ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇന്നോവയുടെ റിയർ എ സി കൂളിംഗ് കോയിൽ എങ്ങനെ ഊരാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഉള്ളിലായിട്ടാണ് വരുന്നത് നമ്മുടെ കൂളിംഗ് കോയിലിൻ്റെ ബ്ലോവർ കേസും കൂളിംഗ് കോയിലും വരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കൂളിംഗ് കോയിലുമേലേക്ക് വരുന്ന പൈപ്പിൻ്റെ കണക്ഷൻ ഊരേണ്ടതായിട്ടുണ്ട്. അതിന് 2 10-ൻ്റെ ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ അതല്ല ഇതേപോലെ അങ്ങോട്ട് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉള്ളിൽ നിന്ന് അഴിക്കേണ്ട 2 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു 10-ൻ്റെ ഉള്ളിൽ നിന്ന് അഴിക്കേണ്ടതാണ്. ഇത് ഈ പൈപ്പിൻ്റെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടും ഉള്ളിൽ കൂടെ ഊരി എടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് ശേഷം നമുക്ക് ഈ സീറ്റ് ഒന്ന് മടക്കി ഊരി മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് കൂളിംഗ് കോയിൽ അഴിക്കുന്നതിന് മുമ്പ് ആ ഒരു സൈഡ് കവർ ഊരി മാറ്റാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട് കവറിന്. കാരണം ഈ സ്റ്റാർ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഈ കവർ ഊരി മാറ്റിയാൽ ഇവിടെ ഒരു 14-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട് സീറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തും ഒരു സ്റ്റാർ സ്ക്രൂ ഇട്ടുങ്ങായിട്ട് കവറുണ്ട്, ഇതേ കണ്ടായി കാണുന്നത്. ഇതഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 14-ൻ്റെ ബോൾട്ട് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ കവറുകളെല്ലാം ഊരി മാറ്റി അതിന് ശേഷം കണ്ട 14-ൻ്റെ ബോൾട്ട് 2 എണ്ണം. ഈ 2 14-ൻ്റെ ബോൾട്ട് ഊരിയാലോ നമുക്ക് സീറ്റ് ഊരി മാറ്റി ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ 14-ൻ്റെ ബോൾട്ട് തന്നെയാണ്. കണ്ട ഈ കാണുന്ന ഒരു ബോൾട്ട് ഉണ്ട്, പിന്നെ ഒരെണ്ണം നമുക്കൊന്ന് ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട ഈ ഒരു 14-ൻ്റെ ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ 2 ബോൾട്ടും സീറ്റ് ബെൽറ്റിൻ്റെ കണക്ഷൻ പിടിച്ചാൽ നമുക്ക് ഈ കവർ ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റുള്ളൂ. ഈ സീറ്റ് ബെൽറ്റിൻ്റെ ബോൾട്ടൊക്കെ ഊരിയിട്ടുണ്ട്. പിന്നൊക്കെ ലോക്കാണ് കേട്ടോ ഈ ലോക്ക്. പിന്നെ അത് ഈ ഒരു ബാക്കിലെ ഡിക്കി ഗാർഡ് ഇതൊന്നും ഊരുണ്ടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ കവർ സിമ്പിളായിട്ട് ഊരി മാറ്റാവുന്നതാണ്. കണ്ട അതുപോലെ അങ്ങോട്ട് ഊരി മാറ്റാം. അപ്പോൾ അത് ഈ കാണാണ് ബ്ലോവർ എ സി കേസ്. അപ്പോൾ ഈ കേസ് ഊരിന് മുമ്പ് നമുക്കിത് ഈ ഒരു ഡക്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് മുകളിലേക്ക് ആക്കണുണ്ട്. പിന്നെ വയറിങ്ങിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് ഇതുമ്പോൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഈ ലോക്കുകളൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണക്ഷനൊക്കെ മാറ്റാവുന്നതാണ്. അതിന് ശേഷം ഇത് ഊരാൻ്റെ 10, ഈ ഒരു 10, ഇവിടെ 10, പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന 2 10-നുണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോയിൽ കാണാൻ പറ്റില്ല, അത് ഊരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വയറിങ്ങിൻ്റെ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ക്ലിപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ അതേപോലെ ഊരി മാറ്റണം. അതിന് ശേഷം കണ്ട അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ട നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന 2 10-ൻ്റെ ബോൾട്ട് അതിൽ ഒരെണ്ണം നമുക്ക് വീഡിയോയിൽ ക്യാമറയിൽ കാണാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അത് നമുക്ക് ബാക്കിൽ കൂടെ കൈ ഇട്ടാലോ അതിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. കണ്ട ഇതേപോലെ ബാക്കിൽ കൂടെ കൈ കൊണ്ടായാൽ ആ 10-ൻ്റെത് നമുക്ക് കൈമ കിട്ടും. അപ്പം നമുക്ക് 10-ൻ്റെ കോമ്പിനേഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് ഊരി മാറ്റാവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അത് 2 ഊരിയതിന് ശേഷം നമുക്ക് ബ്ലോവർ കേസ് കൂളിംഗ് കോയിലിൻ്റെ ഊരി മാറ്റാവുന്നതാണ്. കണ്ട അത് ഇവിടെ ആയിട്ടാണ് 10-ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലോവർ കേസ് ഇതേപോലെയാണ് നമുക്ക് ഊരാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് കോയിൽ ഇതിൻ്റെ ബോക്സ് സ്റ്റാർ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കോയിൽ പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യാം. ബ്ലോവറിന് അഴുക്കുണ്ടാവും, അതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്ന് നോക്കി ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ലീക്ക് ഉണ്ടെങ്കിൽ